ആത്മകഥാ വിവാദം ആസൂത്രിതമെന്ന് ആവർത്തിച്ച് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. തെരഞ്ഞെടുപ്പ് ദിനത്തിൽ തന്നെ വാർത്ത വന്നതിൽ ഗൂഢാലോചനയുണ്ട്. തനിക്കെതിരെ നടക്കുന്ന നീക്കം പാർട്ടിയെ തകർക്കാൻ വേണ്ടിയാണ് എന്നും പുസ്തകത്തിന്റെ പകർപ്പാർക്കും നൽകിയിട്ടില്ല എന്നും ഗൂഢാലോചനയിൽ വിശദമായ അന്വേഷണം വേണമെന്നും EP ജയരാജൻ പ്രതികരിച്ചു. ഞാൻ ഒരു കരാറും ഒരാളെയും ഏൽപ്പിച്ചിട്ടില്ല, ഒരു കോപ്പിയും ഒരാൾക്കും കൊടുത്തിട്ടുമില്ല. അപ്പം തികച്ചും ആസൂത്രിതമാണത്. ടൈംസ് ഓഫ് ഇന്ത്യ എന്തടിസ്ഥാനത്തിലാണ് വാർത്ത കൊടുത്തത്? ഈ 3 ഉപതെരഞ്ഞെടുപ്പുകളുടെ ഘട്ടത്തിൽ അതിൽ 2 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് ദിവസമാണ്. ഇതാദ്യത്തെ സംഭവമാണോ കേരളത്തിൽ? എന്തടിസ്ഥാനത്തിലാണ് ഇല്ലാത്ത കഥകൾ എഴുതി ചേർത്ത് തെരഞ്ഞെടുപ്പ് ദിവസം പ്രക്ഷേപണം ചെയ്തത്? ആസൂത്രിതമായിട്ടുള്ളൊരു പദ്ധതിയാണത്. അത് തെരഞ്ഞെടുപ്പിനെ അലങ്കോലപ്പെടുത്തുക, അതുവഴി പാർട്ടിയെ പരാജയപ്പെടുത്തുക, ഇടതുപക്ഷ മുന്നണിയെ പരാജയപ്പെടുത്തുക, അതുവഴി പാർട്ടിക്കകത്തും പുറത്തും എന്നെ ഇടിച്ച് തകർക്കുക. ഇത് ആസൂത്രിതമായൊരു ഗൂഢാലോചനയാണ്. പുസ്തക പ്രസാധന വിവാദത്തിൽ അന്വേഷണം തുടരുകയാണ്. DC ബുക്സുമായി EP ജയരാജന് കരാറില്ല എന്നും ആശയവിനിമയം മാത്രമാണ് നടന്നതെന്നും ഇന്നലെ രവി DC അന്വേഷണ ഉദ്യോഗസ്ഥന് മൊഴി നൽകിയിരുന്നു. അർജുൻ കല്യാട് വിവരങ്ങളുമായി. അർജുൻ, ഇപ്പോൾ EP അതിശക്തമായ പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഈ വാർത്ത പുറത്തു വന്നതിൽ ഗൂഢാലോചനയുണ്ട് എന്നതടക്കം DC ബുക്സിൻ്റെ പ്രതികരണം ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റായി വരുമ്പോൾ ഒരു കരാറുണ്ട്, അത് രേഖാമൂലം അല്ലെങ്കിൽ ഒരു കരാറുണ്ട് എന്ന രൂപത്തിലുള്ള പ്രതികരണമാണ് നടത്തിയിരുന്നത്. പക്ഷേ ആശയവിനിമയമാണ് നടന്നതെന്ന് രവി DC അന്വേഷണ ഉദ്യോഗസ്ഥർ മൊഴി നൽകിയതിൻ്റെ വിവരങ്ങളും പുറത്തു വരികയാണ്. ഇപ്പോൾ ഇനി ഈ ആത്മകഥയുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാടിലേക്ക് പോകുന്നു എന്ന് EP വിശദീകരിക്കുന്നുണ്ടോ? സ്മൃതി, അതായത് ഇതിനകത്ത് നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ ആവർത്തിക്കുകയാണ് EP ജയരാജൻ. നിയമ നടപടി ഒരു ഭാഗത്ത് സ്വീകരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു കരാറും താനും ഈ DC ബുക്സുമായി ഇല്ല എന്നുള്ള കാര്യം ആവർത്തിക്കുകയാണ്. ഏറ്റവും പ്രധാനമായി EP ജയരാജൻ ഇന്നിപ്പോൾ പറഞ്ഞിട്ടുള്ളത്, അതായത് നേരത്തെ പറഞ്ഞത് തന്നെയാണ്, പക്ഷേ ഇത് ആവർത്തിക്കുകയാണ്. തനിക്കും പാർട്ടിക്കും എതിരായിട്ടുള്ള ഒരു ആസൂത്രിതമായ ഗൂഢാലോചനയാണ് ഈ ആത്മകഥാ വിവാദം തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ പുറത്തു വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്നുള്ളതാണ് EP ജയരാജൻ വ്യക്തമാക്കുന്നത്. ചേലക്കരയിലും അതുപോലെ തന്നെ വയനാടും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നൊരു സാഹചര്യത്തിൽ അന്നേ ദിവസം രാവിലെ തന്നെ ഇത്തരമൊരു വാർത്ത വന്നതിൽ വലിയ രീതിയിലുള്ള സംശയങ്ങളുണ്ട്, ദുരൂഹതയുണ്ട് എന്ന രീതിയിൽ EP ജയരാജൻ ആദ്യഘട്ടം മുതൽ തന്നെ പ്രതികരണം നടത്തിയിരുന്നു. ആ പ്രതികരണം ഇപ്പോൾ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. അതിനകത്ത് ഒരു ദുരൂഹതയുണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് ഒരു ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചനയുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനമായി ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ തന്നെയും പാർട്ടിയെയും അല്ലെങ്കിൽ പാർട്ടിക്കകത്തും പുറത്തും തന്നെ ഇടിച്ചു താഴ്ത്താനുള്ള ശ്രമമാണ് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണം കൂടി EP ജയരാജൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും പാർട്ടിക്കകത്ത് ഏത് രീതിയിലാണ് EP ജയരാജന് എല്ലാ തരത്തിലുമുള്ള പിന്തുണ പാർട്ടി നൽകുന്നുണ്ട് എന്ന് പറയുമ്പോൾ കൂടി EP ജയരാജൻ പറയുകയാണ് പാർട്ടിക്കകത്തും പുറത്തും, അതായത് പാർട്ടിക്കകത്തും ചില സംശയങ്ങൾ EP ജയരാജനുണ്ട് എന്നുള്ളതാണ് ആ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മുഖ്യമന്ത്രിയും തന്നെ EP ജയരാജൻ്റെ ഈ പറയുന്ന രീതിയിലുള്ള പ്രതികരണത്തോട് അല്ലെങ്കിൽ അതിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രതികരണം നടത്തുമ്പോഴും EP ജയരാജൻ പറയുകയാണ് പാർട്ടിക്കകത്തും പുറത്തും തന്നെ ഇടിച്ചു താഴ്ത്താനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായും പാർട്ടിക്കകത്ത് EP ജയരാജന് പിന്തുണയില്ലേ? പുറത്തു നൽകുന്ന ഈ പരസ്യമായിട്ടുള്ള പാർട്ടി നേതാക്കളുടെ പ്രതികരണത്തിന് വിരുദ്ധമായിട്ടാണോ പാർട്ടിക്കകത്ത് സംഭവിക്കുന്നത് എന്നുള്ള സംശയങ്ങൾ പോലും ആ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് തോന്നാവുന്നതാണ്. എന്തായാലും കൂടി EP ജയരാജൻ പറയുകയാണ് അത് ആസൂത്രിതമായിട്ടുള്ള ഈ ആത്മകഥാ വിവാദത്തിന് പിന്നിൽ ആസൂത്രിതമായ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ്. അതിനു പുറമെ കഴിഞ്ഞ ദിവസമാണ് ഈ DC ബുക്സിൻ്റെ പ്രധാന മേധാവിയായിട്ടുള്ള DC രവി തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ മുമ്പാകെ ഹാജരായി മൊഴി നൽകിയിട്ടുള്ളത്. ആ മൊഴിയിലും DC രവി വ്യക്തമാക്കിയിട്ടുള്ളത് ഈ കരാറുകളൊന്നും തന്നെ ഇല്ല, എന്നാൽ വാക്കാലുള്ള ചില വ്യവസ്ഥകൾ അല്ലെങ്കിൽ വാക്കാലുള്ള ചില സംഭാഷണങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് DC രവി തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ മുമ്പാകെ നൽകിയിട്ടുള്ള മൊഴി. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ ഈ സംഭാഷണം ഏതെങ്കിലും തരത്തിൽ EP ജയരാജനും DC രവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള DC ബുക്സ് ഒരു നടപടി എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടിയിലേക്ക് പോയിരിക്കുന്നു. അപ്പോൾ അത് EP-യുമായി അത് പരിഹരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് വേണം അതിനെ കാണാൻ. അതിനോട് പ്രതികരിക്കുന്നുണ്ടോ EP? ഇല്ല, അത്തരം കൂടുതൽ പ്രതികരണങ്ങൾ, അല്ലാതെ പുതുതായി വന്നിട്ടുള്ള ഈ DC ബുക്സിലെ ഒരു ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ DC രവിയുടെ ചില പ്രതികരണങ്ങൾ, അതിലൊന്നും തന്നെ EP ജയരാജൻ ഒരു പ്രതികരണത്തിന് മുതിർന്നിട്ടില്ല. EP ജയരാജൻ
നേരത്തെ പറഞ്ഞിട്ടുള്ള ഇതിനകത്തൊരു ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചനയുണ്ട്, അതിന് പുറമെ ഇത് തന്നെയും പാർട്ടിയെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് തുടങ്ങിയിട്ടുള്ള പ്രതികരണങ്ങൾ അതേപടി ആവർത്തിക്കുക മാത്രമാണ് ഇന്നത്തെ പ്രതികരണത്തിൽ ചെയ്തിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായി സ്മൃതി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ EP ജയരാജനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഏത് രീതിയിലാണെങ്കിൽ കൂടി EP ജയരാജൻ്റെ അനുമതിയില്ലാതെ അത് ഈ കരാറുണ്ടെങ്കിൽ പോലും EP ജയരാജൻ്റെ ഒരു അനുമതിയില്ലാതെ EP ജയരാജൻ പങ്കെടുക്കാതെ അതിൻ്റെ ഒരു പ്രകാശന ചടങ്ങ് നടത്തുക എന്നത് അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്തതാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ കൂടിയും EP ജയരാജൻ ഏതെങ്കിലും തരത്തിൽ ഇതിൻ്റെ ഈ പുസ്തക രൂപേണയുള്ള തയ്യാറാക്കിയിട്ടുള്ള ഈ ആത്മകഥയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഈ DC ബുക്സിന് നൽകിയിട്ടുണ്ടോ കൈമാറിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ ഒരു അവ്യക്തത കുറവ് നിലനിൽക്കുന്നുണ്ട്. DC രവി ഇന്നലെ നൽകിയിട്ടുള്ള മൊഴിയിലും പറയുന്നത് വാക്കാലുള്ള ചില ഉറപ്പുകൾ പരസ്പരം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ പുസ്തകത്തിൽ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള ചില പരാമർശങ്ങൾ EP ജയരാജൻ തന്നെ നൽകിയിട്ടുള്ളതാണോ എന്നുള്ള സംശയം ആ ഘട്ടത്തിൽ കൂടി ബലപ്പെടുകയാണ്. എന്നാൽ EP ജയരാജൻ പറയുന്നത് താൻ ഒരു വരി പോലും ഒരു പ്രകാശത്തിനോ അല്ലെങ്കിൽ പ്രസിദ്ധീകരണത്തിനോ വേണ്ടി ആർക്കും നൽകിയിട്ടില്ല എന്നുള്ള കാര്യം EP ജയരാജൻ തന്നെ ഇന്ന് പ്രതികരണം നടത്തുകയാണ്. അപ്പോൾ സ്വാഭാവികമായും EP ജയരാജന്റെ വാക്കുകൾ വിശ്വസിക്കുക എന്നുള്ള അല്ലാതെ മറ്റൊരു കാര്യവും നമുക്ക് ചെയ്യാനില്ല. പക്ഷേ എങ്കിൽ കൂടി ഒരു കാര്യം വളരെ പ്രസക്തമാണ്. പാർട്ടിക്കകത്തും പുറത്തും തനിക്കെതിരായി തന്നെ ഇടിച്ചു താഴ്ത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ള EP ജയരാജന്റെ ആ പ്രതികരണം വളരെ പ്രസക്തമാണ്. അതായത് പാർട്ടിക്കകത്ത് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ ഒന്നാകെ തന്നെ ഈ വിവാദം വന്ന ഘട്ടത്തിൽ EP ജയരാജന് പിന്തുണ നൽകിക്കൊണ്ട് EP ജയരാജൻ പറഞ്ഞ കാര്യങ്ങളല്ല DC ബുക്സ് ഇങ്ങനെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രസിദ്ധി അല്ലെങ്കിൽ ഒരു വാർത്ത പുറത്തേക്ക് വന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. പക്ഷേ ആ ഘട്ടത്തിൽ പോലും പാർട്ടിക്കകത്ത് EP ജയരാജനെ ഇടിച്ചു താഴ്ത്താൻ ആരാണ് ശ്രമിക്കുന്നത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. എന്നാലും ഏറ്റവും പ്രധാനമായിട്ടുള്ളത് EP ജയരാജൻ്റെ ഈ ആത്മകഥാ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഗൂഢാലോചന അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഗൂഢാലോചന EP ജയരാജൻ സംശയിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴും ഇന്ന് നടത്തിയിട്ടുള്ള ഈ പ്രതികരണത്തിലൂടെയും വ്യക്തമാവുന്നത്. സ്മൃതി. ശരി, അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്.